ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ പുട്ടും ഉണ്ടാക്കുന്നുണ്ട്. പാലൊക്കെ നേരത്തെ തിളപ്പിച്ച് വെച്ചു, ചായയൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പഴം വന്നിട്ടുണ്ടായിരുന്നു. ഈ പാല് കൊണ്ടുവരുന്ന അവരുടെ നിന്ന് തന്നെയാണ് ഞാൻ പഴവും ഓർഡർ ചെയ്യുന്നത്. നല്ല പഴം കിട്ടും. അപ്പോൾ അത് ഞാൻ എടുത്ത് വെക്കുകയാണ്. അപ്പം ഞാൻ ഈ പഴം എടുത്ത് വെക്കുമ്പം ഇതധികം പഴുക്കാത്ത പഴമാണ്. അപ്പം അങ്ങനെയാണ് അവർ തരുന്നത്. ഒരു ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനത് നമ്മുടെ പഴമൊക്കെ വെക്കുന്ന ഈ ബാസ്ക്കറ്റിലേക്ക് വെക്കുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു പടലയുടെ ഭാഗം ഞാനങ്ങ് കട്ട് ചെയ്ത് കളയുന്നിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് വെക്കുന്നത്. കാരണം അത് നമുക്ക് എടുത്ത് കഴിക്കാനും എളുപ്പമുണ്ട്. അത് മാത്രമല്ല, നമ്മളിത് പടലേന്ന് ഇങ്ങനെ വലിച്ചൂരി കഴിക്കുമ്പോഴത്തേക്കിനും ആ ഒരു ഭാഗത്ത് എപ്പോഴും ഇങ്ങനെ ഈ പൂച്ചയൊക്കെ വന്നിരിക്കും, ഈച്ചയൊക്കെ വന്ന് ഇരിക്കും. അതിനീ കാണുമ്പോൾ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇത് കൊണ്ടുവരുമ്പം തന്നെ ഇങ്ങനെ ആ പടലയുടെ ഭാഗം ഇത് മാറ്റിയിട്ട് അതിങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്ത് വെക്കും. അപ്പോൾ അത് എടുത്ത് നമുക്ക് അതിനകത്തുനിന്ന് ഓരോന്നെടുത്ത് കഴിക്കാനും എളുപ്പമുണ്ട്. പിന്നെ അങ്ങനെ ഈച്ചയുടെ ശല്യമൊക്കെ ഒത്തിരി കുറഞ്ഞിരിക്കും. അതിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം ഇങ്ങനെ ഓരോന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഓഫീസിലൊന്നും പോകണ്ടാത്തതുകൊണ്ട് എല്ലാം പതുക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ പരിപാടിയൊക്കെ നേരത്തെ ചെയ്ത് വെക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ പീസ് എല്ലാം വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു. സാധാരണ ഒരു നോർമൽ ഗ്രീൻ പീസ് കറിയാണ് വെക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ റെസിപ്പി ഒന്നും പറയാനൊന്നുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് എല്ലാം വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെക്കും. ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പുട്ട് എനിക്ക് അരിപ്പുട്ടും ശ്രീഹരിക്ക് റാഗിപ്പുട്ടുമാണ്. അരിപ്പുട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഡബിൾ ഹോർസിൻ്റെ അരിപ്പുട്ട് കൂടിയാണ് എടുക്കുന്നത്. അപ്പം ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് ഒഴിച്ച് മാറ്റി വെക്കും. അത് പിന്നെ സമയമാകുമ്പോൾ എടുത്ത് മിക്സ് ചെയ്തെടുത്ത് വെക്കത്തേ ഉള്ളൂ. പിന്നെ റാഗിപ്പുട്ടിന് നമ്മൾ സാധാരണ നേരത്തെ പണ്ട് ചെയ്യുന്ന പോലെ തന്നെ റാഗിയുടെ പുട്ടുപൊടി വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞെടുക്കുകയാണ് ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ട്. സബോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അരിഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഇത് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. കടുക് വറുക്കുക, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വഴറ്റുക. പിന്നെ അത് കഴിഞ്ഞിട്ട് സബോളയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് വഴറ്റിയിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടി പിന്നെ ശകലം പെരുംജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം അത്രയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് തക്കാളിയും ചേർത്ത് വഴറ്റിയിട്ട് നമ്മുടെ ഇതൊഴിക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ലെന്ന്. നോർമൽ ഒരു കറി. പിന്നെ നമ്മുടെ സാധാരണ പുട്ടിന് നനയ്ക്കുന്ന പോലെ റാഗിപ്പുട്ട് ഞാൻ നനച്ച് മാറ്റി വെച്ചു. കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഗ്രീൻ പീസ് കറി ഇച്ചിരി വെള്ളത്തിലിരിക്കുന്നതായിരിക്കും നല്ല, അല്ലെങ്കിൽ കുറച്ച് കാറി കഴിയുമ്പോൾ ഇത് വല്ലാതെ കട്ട പിടിക്കും. അപ്പോൾ ഇച്ചിരി വെള്ളത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ റാഗിപ്പുട്ടും റെഡിയായി, അരിപ്പുട്ടും റെഡിയായി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ലഞ്ചിന് പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഇന്നലത്തെ തന്നെ കുറച്ച് മീൻകറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾ സിനിമ കാണാൻ പോയി. സിനിമയ്ക്ക് നമ്മൾ ഭാരതീയ സിറ്റി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു IT പാർക്കിലാണ് പോകുന്നത്. അവിടെ ഭാരതീയ മോൾ ഓഫ് ബംഗളൂരു എന്ന് പറഞ്ഞൊരു മോളുണ്ട്. അപ്പോൾ അവിടെയാണ് സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു പാർക്ക് ആണ് രജനഹള്ളി പാർക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു പാർക്കാണ്. അവിടെ ഒരു ലേക്കും ഒക്കെ നല്ല രസമായിട്ടുള്ള ഒരിടമാണ് അത്. പിന്നെ ഇത് മോഡേൺ ഹെറിറ്റേജ് വില്ലേജ് കർണാടക എന്ന് പറഞ്ഞ സംഭവം ഒത്തിരി ടൂറിസ്റ്റ് വരുന്നൊരു പ്ലേസാണ് അത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ട്. എൻട്രി ഫീസും ഒക്കെ ഉള്ളതാണ് അവിടെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. മോഡേൺ ഹെറിറ്റേജ് വില്ലേജ് കർണാടക എന്ന് പറഞ്ഞ അവിടെ പോയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭാരതീയ സിറ്റിയിലെത്തി. അപ്പോഴത്തേനും കുറച്ച് ഇരുട്ടി. വൈകിട്ടൊരു 6:45 ഷോ. അപ്പം ഭാരതീയ സിറ്റി ഞങ്ങൾ സ്ഥിരം വരുന്ന സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ ആ മോളിലധികം ഒരു പ്രാവശ്യം അങ്ങാണ്ട് ഈ മോൾ ഓഫ് ബംഗളൂരുവിൽ വന്നിട്ടുള്ളൂ. ഭാരതീയ സിറ്റിയിലായിരുന്നു ശ്രീഹരി നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഞങ്ങൾ സ്ഥിരം വരുന്നതായിരുന്നു.
പിന്നെ ഞങ്ങൾ ഇവിടെ ഇതിനകത്ത് അധികം കയറിയിട്ടില്ല. എന്തോന്ന് ഞങ്ങൾ മോൾ ഓഫ് ബംഗളൂരുവിൽ അധികം വന്നിട്ടില്ല. അപ്പോൾ അതിനകത്ത് കയറിയപ്പോഴത്തേനും ഞങ്ങൾ PVR കണ്ടുപിടിക്കാൻ കുറേ ബുദ്ധിമുട്ടി. സാധാരണ എല്ലാ മോളിലും ആ PVRൻ്റെ സൈൻ ബോർഡ് ഇങ്ങനെ കാണുന്നതാണ്. ഇതൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ കുറേ കിടന്ന് കറങ്ങി PVR കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അവസാനം ഒന്നാമത് ക്രിസ്മസിൻ്റെയൊക്കെ സമയമായിരുന്നു. നല്ല ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയർ ആയിട്ടില്ല. ആ ഒരു സമയത്താണ് പോയത്. അപ്പം അത്യാവശ്യം നല്ല തിരക്കുമൊക്കെ ആയിരുന്നു, വെക്കേഷനൊക്കെ അല്ലേ. പിന്നെ അവസാനം ഞങ്ങൾ PVR കണ്ടുപിടിച്ചു. അവിടുത്തെ PVR കാണാൻ നല്ല ഭംഗിയാണ്. എന്നിട്ട് ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു. എന്നിട്ട് ഇൻ്റർവെൽ ആയപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങി. പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചൊന്നുമില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഞങ്ങൾ പുറത്തുനിന്നുള്ള കഴിപ്പ് മാക്സിമം ഇപ്പോൾ ഒഴിവാക്കാൻ ആണ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സിനിമ തിയേറ്ററിൽ നിന്നും അങ്ങനെയുള്ളിടത്തു നിന്നുമൊക്കെ. അപ്പോൾ ഞങ്ങൾ വെള്ളം മാത്രമേ വാങ്ങിച്ചുള്ളൂ. എന്നിട്ട് സിനിമയൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി. പ്രത്യേകിച്ച് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് സിനിമ നല്ല സിനിമയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് വലിയ പരിപാടിക്കൊന്നും പോയില്ല. ഞങ്ങൾ ആ വാഷ്റൂം കണ്ടുപിടിക്കലായിരുന്നു പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടി. അതിനും ഞങ്ങൾ കുറേ അലഞ്ഞു. ഒരു സൈൻ ബോർഡും നേരെ ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവസാനം പിന്നെ കണ്ടുപിടിച്ചിട്ട് പിന്നെ അവിടെ തന്നെ കുറച്ച് നേരം കറങ്ങിയിട്ട് ഇത് പോകുന്നതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതിൽ പോയാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. എല്ലാ മുകളിലും ഉള്ള സംഭവമാണ്, പക്ഷേ ഒരു രസം. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരൊക്കെ ഒത്തിരി വരുന്നുണ്ടല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങ് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ, സീ യു.